ഗോവിന്ദ മാഷ്ക്ക് ഇതെന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ഈ വിവാദാഭിമുഖം കാണാതെ തന്നെ ഇന്ന് രാവിലെ പ്രചാരണത്തിനിറങ്ങുന്ന ഘട്ടത്തിൽ ഒട്ടും സജ്ജമാകാതിരിക്കുന്ന സമയത്ത് ഈ ചോദ്യം മാധ്യമപ്രവർത്തകർ സ്വരാജിനോട് ചോദിച്ചപ്പോൾ, സ്വരാജ് സെക്രട്ടേറിയറ്റ് അംഗമാണല്ലോ, 45 വയസ്സേ ഉള്ളൂ താനും, എത്ര കൃത്യമായാണ് ഓർമ്മയിൽ നിന്നാണ് പറയുന്നത്, പിഴവുണ്ടെങ്കിൽ തിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ RSSന് ആരുമായിട്ടായിരുന്നു ബന്ധം എന്ന് ഖണ്ഡിതമായി അദ്ദേഹം വിശദീകരിച്ചത്. പാർട്ടി ക്ലാസ്സുകളൊക്കെ എടുത്ത് പരിണതപ്രജ്ഞനായ പാർട്ടി സെക്രട്ടറി PB അംഗം എങ്ങനെയാണ് ഇത്രയും ഈ CPMനെ ഇങ്ങനെ നിലമ്പൂർ പോലൊരു പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം പ്രതിരോധത്തിലാക്കുന്ന ഒരു പ്രസ്താവന നടത്തിയത്? ഗോവിന്ദ മാഷ് കൃത്യമായി തന്നെ ഇന്നലെ പ്രതികരിച്ചു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് വലതുപക്ഷ പ്രൊഫൈലുകളെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ പ്രചരണം നടത്തി. ഇന്ന് രാവിലെ ഗോവിന്ദ മാഷ് തന്നെ പത്രസമ്മേളനം നടത്തി താൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാക്കിയുണ്ടായി. ഇന്ന് വൈകുന്നേരം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും RSSുമായി എല്ലാ കാലത്തും CPM എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്നത് വളരെ ഉദാഹരണ സഹിതം തന്നെ വിശദീകരിക്കുകയുണ്ടായി. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ജനസംഘം RSSന്റെ ഒരു രൂപമായിരുന്നു. ആ ജനസംഘം പിരിച്ചുവിടപ്പെട്ട് അത് ജനതാ പാർട്ടിയായി മാറി. ആ ജനതാ പാർട്ടി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള അടിയന്തരാവസ്ഥയുടെ കിരാത മുഖത്തിനെതിരെ ഉള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുകയും രാജ്യത്തുള്ള ഭൂരിഭാഗം കക്ഷികളും അർത്ഥ ഫാസിസ്റ്റ് പ്രവണതയ്ക്കെതിരെ യോജിക്കുകയും ചെയ്തു. ആ യോജിച്ചത് ശരിക്കും ഈ രാജ്യം നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ്. ആ ഘട്ടത്തിലെല്ലാം CPM മത്സരിച്ചത്, ഇടതുപക്ഷം മത്സരിച്ചത് ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെയാണ്. ഞങ്ങൾക്ക് CPMന് 22 സീറ്റ് കിട്ടി, CPIക്ക് 7 സീറ്റ് കിട്ടി, RSPക്ക് 6 സീറ്റ് കിട്ടി. ഒരു തരത്തിലും മുന്നണി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടോ മുന്നണിയായിട്ടോ അല്ല മത്സരിച്ചത്. ഗവൺമെന്റ് രൂപീകരിക്കുന്ന സമയത്ത് ജനതാ പാർട്ടിക്ക് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചു. മൊറാർജി ദേശായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് അധികാരത്തിൽ വന്നു. ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസ് ഇതര ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ആ ഗവൺമെന്റിനോടാണ് സഹകരിച്ചത്. ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുത്ത വിവിധങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസിനെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് യോജിച്ചത്. ഒരു ഘട്ടത്തിലും RSS ആയിട്ടല്ല യോജിച്ചത്. അത് കൃത്യമായി നമ്മുടെ എല്ലാം പൊതുസമൂഹത്തിലുണ്ട്. എത്രയോ ഉദാഹരണങ്ങളായി നമ്മൾ ഇതെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു ഘട്ടത്തിൽ പോലും RSSുമായിട്ട് അന്നും ഞങ്ങൾ പിന്തുണ നേടിയിട്ടില്ല, ഇന്നും പിന്തുണ നേടിയിട്ടില്ല, ഭാവിയിലും ഞങ്ങൾ അത്തരത്തിൽ പിന്തുണ നേടില്ല. ഒരു ഘട്ടത്തിൽ പോലും പിന്തുണ അഭ്യർത്ഥിച്ചിട്ട് പോലും ഇല്ല എന്ന് കൃത്യമായിട്ട് വ്യക്തമാണ്. എന്നാൽ മറുഭാഗത്ത് കോൺഗ്രസിന്റെ സ്ഥിതി നമ്മുടെ മുന്നിലുണ്ട്. വിമോചന സമരത്തിന്റെ കാലഘട്ടത്തിൽ മുതൽ തന്നെ കോൺഗ്രസ് കൃത്യമായി RSSന്റെ പിന്തുണ തേടുകയും CPMനെയും ഇടതുപക്ഷത്തെയും എല്ലാം തകർക്കാൻ വേണ്ടി, അന്ന് CPI ആണ്, അതിനുശേഷം CPMനെയും എല്ലാം തകർക്കാൻ വേണ്ടി എല്ലാ ഘട്ടത്തിലും യോജിച്ച് നിന്നിട്ടുണ്ട്. ഇതെല്ലാം പൊതുസമൂഹത്തിൽ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് കൃത്യമായിട്ട് തന്നെ ഇന്നലെ ഏതെങ്കിലും തരത്തിൽ അത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തെറ്റായ രൂപത്തിൽ പ്രചരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഗോവിന്ദ മാഷ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂവും ചർച്ച ചെയ്യാനില്ലാത്ത കോൺഗ്രസ് അവസാനം ഇപ്പോൾ എന്തോ വലിയ കാര്യം കിട്ടിയിരിക്കുന്നു, ഒറ്റ ദിവസം കൊണ്ട് ഈ വോട്ടെടുപ്പിനെ തന്നെ അട്ടിമറിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള വിഷയം കിട്ടിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു പ്രചരണം നടത്തുകയാണ്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണം, വിഴിഞ്ഞം ഉദ്ഘാടനത്തിന് രാജീവ് ചന്ദ്രശേഖരനെ സ്റ്റേജിൽ കയറ്റിയിരുത്തി ആദരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് അല്പത്തമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു കേന്ദ്ര പദ്ധതി, അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ അതിന്റെ പ്രോട്ടോകോൾ തീരുമാനിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. അവർ അംഗീകരിച്ചു തന്ന പ്രോട്ടോകോൾ അനുസരിച്ച് പരിപാടി നടന്നേ പറ്റൂ, അല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് ഉദ്ഘാടനം നടത്തിക്കൊള്ളാം എന്ന് പറയാമായിരുന്നില്ലേ? അപ്പുറത്താണെങ്കിൽ അങ്ങനെ പറയുമായിരുന്നല്ലോ. സിദ്ധരാമയ്യ അങ്ങനെ പറയുമെന്നൊക്കെ പറഞ്ഞത്. അദ്ദേഹത്തിന് സ്വപ്നം കാണാം ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന നടത്താൻ കഴിയില്ല. പിന്നെ അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയുടെ മതം പറഞ്ഞ് വീടുകൾ കയറിയിറങ്ങി വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. ആ വിവരം ഞങ്ങൾക്ക് നേരത്തെ കിട്ടിയതാണ്, ഞങ്ങൾ അതൊന്നും അന്നേരം പറയാത്തതാണ്. കോൺഗ്രസും എന്നും പത്രസമ്മേളനം നടത്തുന്ന ശ്രീ VD സതീശനും അതുപോലെ തന്നെ എന്നും പത്രസമ്മേളനം നടത്തുന്ന ലീഗിന്റെ നേതാക്കന്മാരുമെല്ലാം അത്തരത്തിലൊരു വിവരം കിട്ടിയിരുന്നെങ്കിൽ അത് പൊതുസമൂഹത്തോട് പറയില്ലായിരുന്നു. ഇപ്പോൾ ഈ അവസരത്തിലാണ് ഞങ്ങൾ പറയുന്നത് എന്നെല്ലാം പറയുന്നത്. ഇപ്പോഴും ഒരു രാഷ്ട്രീയവും ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതുകൊണ്ട് ആർക്കും ഒരു സംശയമില്ല, RSSുമായിട്ട് എല്ലാ ഘട്ടത്തിലും കൂട്ടുകൂടിയിട്ടുള്ളത് കോൺഗ്രസ് ആണ്. അതുപോലെ തന്നെ കോലീബി സഖ്യമാണ്. മുസ്ലിം ലീഗും കോൺഗ്രസും RSSും ഒത്തൊരുമിച്ച് മത്സരിച്ചിട്ടുള്ള കാര്യമെല്ലാം ഈ പൊതുസമൂഹത്തിലുണ്ട്. ഇവിടെ ജനതാ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പോലും ഡ്യൂ മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാഹചര്യങ്ങൾ വന്നപ്പോൾ RSS ഉൾപ്പെടുന്ന മുന്നണിയുടെ വോട്ട് നിങ്ങൾ വേടുമോ, അല്ലെങ്കിൽ RSSന്റെ വോട്ട് നേടാൻ നിങ്ങൾ തയ്യാറാകുമോ എന്ന് ചോദിക്കുമ്പോൾ EMS പറയുന്ന ചരിത്രപരമായിട്ടുള്ള മറുപടിയുണ്ട്.
RSSന്റെ ഒരു പിന്തുണയും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ അന്നും നേടിയിട്ടില്ല, ഇന്നും നേടില്ല, നാളെയും നേടില്ല എന്ന് കൃത്യമായി തന്നെയുള്ള മറുപടിയുണ്ട്. എല്ലാ ഘട്ടത്തിലും ഈ ഒരു നിലപാടാണ് CPM സ്വീകരിച്ചിട്ടുള്ളത്, ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. ഒരു തരത്തിലും അതിന്റെ പേരിൽ ഒരു ആശങ്ക ഉണ്ടാകേണ്ടതില്ല, ഒരു സംശയം ഉണ്ടാകേണ്ടതില്ല. അത്തരത്തിൽ പിന്തുണ തേടിയവർക്ക് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സംശയവും ആശങ്കയും എല്ലാം.